എന്നാൽ അവനെ അവിടെയെങ്ങും കാണാത്തതിനാൽ അവൾ ആശ്വാസത്തോടെ അകത്തേക്ക് കയറി. ലാപ്ടോപ്പിൽ നോക്കി ഫയലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതവിടെ വെച്ച് തിരിഞ്ഞതും പിറകിൽ നിൽക്കുന്ന അക്ഷയിനെ കണ്ട് അവളൊന്ന് പതറി. സർ, ഫയലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞ് അവനെ നോക്കാതെ മുഖം കുനിച്ച് അവൾ പുറത്തേക്ക് നടന്നു. എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ ചുവന്നു തുടുത്ത അവന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞ കവിളിലേക്കായിരുന്നു. ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും അവളൊന്ന് ശ്വാസം വലിച്ചുവിട്ടു. ഓ, അങ്ങേരില്ലാത്ത ടൈമിൽ അങ്ങേരുടെ ക്യാബിനിൽ കയറിയെന്നും പറഞ്ഞ് ഇപ്പുറത്തെ കവിളിലും കൂടി കിട്ടുമെന്ന് കരുതി കൃഷ്ണ മനസ്സിൽ നൊടിഞ്ഞു. കയ്യിലുള്ള ഗ്ലാസിൽ നിന്നും വിസ്കി നുകർന്നുകൊണ്ട് അവൻ അക്ഷമനായിരുന്നു. ശരിക്കും തനിക്കെന്താണ് പറ്റിയത്? താൻ എന്തിനാണ് ഇന്ന് അവളെ ഒരു കാരണവുമില്ലാതെ അടിച്ചത്? ഇന്നുവരെ ഒരു പെണ്ണിനെ അപമാനിച്ചിട്ടില്ല. അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഗ്ലാസിൽ ബാക്കി വരുന്ന വിസ്കി മുഴുവൻ ഒറ്റവലിക്ക് കുടിച്ചു. ഇന്നലെ അവളെ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടതുകൊണ്ടല്ലേ താൻ ഇന്ന് അവളോട് അങ്ങനെ ചെയ്തത്? അതിനുമപ്പുറം അരുൺ അവളുടെ ഭംഗി നോക്കി ആസ്വദിച്ചത് കൊണ്ടല്ലേ താൻ ആ ദേഷ്യം അവളോട് തീർത്തത്? അവൻ കണ്ണുകളടച്ച് പിന്നിലോട്ട് ചാരിയിരുന്നു. അവളുടെ കാര്യത്തിൽ അക്ഷയ് വർമ്മ സ്വാർത്ഥനായി പോകുന്നുണ്ടോ? അവൻ സ്വയം ചിന്തിച്ചു. അവന്റെ ദേഷ്യത്തിൽ കയ്യിലിരുന്ന ഗ്ലാസ് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. കൃഷ്ണ, കം ടു മൈ ക്യാബിൻ. ഫോൺ ചെവിയോട് ചേർത്തതും അക്ഷയ് വർമ്മയുടെ ഗൗരവം നിറഞ്ഞ സ്വരം അവൾ കേട്ടു. പെട്ടെന്ന് തന്നെ പ്രസന്റേഷനുള്ള ഫയലും എടുത്ത് അവൾ അവന്റെ ക്യാബിനിലേക്ക് നടന്നു. വൈ ആർ യു ഗോയിങ്? ഫയൽ അവന് കൈമാറി അവൾ തിരികെ പോകാൻ നിന്നതും അവൻ ചോദിച്ചു. എന്റെ സീറ്റിലേക്ക്, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ചേഞ്ച് ഓഫ് പ്ലാൻസ്. തന്റെ സീറ്റ് ഇനി അവിടെയല്ല, ഇവിടെയാണ്, എന്റെ ക്യാബിനകത്ത്. അതിന് നാട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെയോ സർ? ഞാൻ എന്റെ സീറ്റിൽ. അവൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് അവൻ അവന്റെ ചുണ്ടിൽ വിരലമർത്തി. ഞാൻ തന്റെ അഭിപ്രായം ചോദിച്ചില്ല. അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ലഞ്ച് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ അക്ഷയുടെ ക്യാബിൻ ആകെ മാറിയിരുന്നു. ക്യാബിന്റെ ഒരു മൂലയിലായി ഒരു ചെറിയ ഗ്ലാസ് ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. അവൾ അവനെ ദയനീയമായി നോക്കി. അവന് ഓപ്പോസിറ്റായി ടേബിൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മുഖം ഉയർത്തിയാൽ അവന്റെ മുഖമാണ് കാണുക. എന്നെ നോക്കി കഴിഞ്ഞെങ്കിൽ തുടങ്ങാം. അവളെ നോക്കാതെ തന്നെ അവനത് പറഞ്ഞപ്പോൾ അവന് തലയ്ക്ക് ചുറ്റും കണ്ണുണ്ടോ എന്ന് തോന്നിപ്പോയി കൃഷ്ണയ്ക്ക്. മുൻപ് ചെയ്ത ഓഡിറ്റ് ഫയലുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നാളെ കിട്ടണം. അവനത് പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. സർ, ഇന്നൊരു ദിവസം കൊണ്ട് ഇന്ന് തീരില്ല. അതിനെപ്പറ്റി എനിക്കറിയേണ്ട കൃഷ്ണ. എനിക്കത് നാളെ കിട്ടിയേ തീരൂ. അതും പറഞ്ഞ് അവൻ ലാപ്ടോപ്പിലേക്ക് തന്നെ മുഖം തിരിച്ചു. ഇങ്ങേർ ഡെയിലി ലാപ്ടോപ്പാണോ നാവത്തി നിന്നത്? പിറുപിറുത്തുകൊണ്ടവൾ സീറ്റിലേക്കിരുന്നു. ഓരോ ഫയൽസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സമയം 5 മണിയായതും ഓരോ സ്റ്റാഫുകളും പോയി തുടങ്ങി. ക്ഷീണം കൊണ്ട് അവൾക്ക് കൈക്കുഴയുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞതും അക്ഷയ് എണീറ്റു. ഐ ആം ലിവിങ്. അത് കേട്ടതും അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. സർ, ഞാൻ. അവന്റെ കണ്ണുകൾ ചെറുതായി. താനെവിടെ പോകുന്നു? എല്ലാം കംപ്ലീറ്റ് ആയോ? ഇല്ല സർ, പകുതിയായേ ഉള്ളൂ. എങ്കിൽ അത് തീർത്തിട്ട് പോയാൽ മതി. സെക്യൂരിറ്റി താഴെ ഉണ്ടാവും. കീ താഴെ റിസപ്ഷനിൽ കൊടുത്താൽ മതി. അവനതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പോകുന്ന വഴി അവൻ അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അവളുടെ വാടിയിരിക്കുന്ന മുഖം കണ്ടതും അവനെന്തോ വല്ലാതായി. പക്ഷെ അവനത് വകവയ്ക്കാതെ പുറത്തേക്ക് നടന്നു. അവൾ വീണ്ടും പണി തുടങ്ങി. പുറത്ത് ഇരുട്ട് പരക്കാൻ തുടങ്ങി. ആ വലിയ ഓഫീസിൽ അവൾ തനിച്ചായി. അധികം പരിചയമില്ലാത്ത ഓഫീസായതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. കർട്ടന്റെ നിഴൽ കാണുമ്പോൾ പോലും അവൾ ഞെട്ടിവിറക്കാൻ തുടങ്ങി. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്ഷയ്ക്ക് കൃഷ്ണയുടെ ഓർമ്മ വരുന്നത്. സമയം നോക്കിയപ്പോൾ 11 ആവാറാവുന്നു. അവൻ ഫോൺ കയ്യിലെടുത്ത് അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓഫീസിലെ CCTV എടുത്തു നോക്കി. വാടി തളർന്ന മുഖത്തോടെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവളെ കണ്ടതും അവന്റെ മുഖം വല്ലാതായി. വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്തു കുടിക്കുന്നുണ്ട്. മെയ്കളിൽ ഉറക്കം വന്നു മൂടിയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ കഴിച്ചെണീറ്റ് ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ച് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് റൂമിലേക്ക് നടന്നു. ഷോ, എന്താണ് ഞാൻ ചെയ്തത്? ഒരു പെൺകുട്ടിയെ ഈ രാത്രി സമയം മുഴുവൻ ഓഫീസിൽ പിടിച്ചു വെക്കാൻ മാത്രം ദുഷ്ടനാണോ അക്ഷയ് വർമ്മ? അതും ആദ്യമായിട്ട് വീടും നാടും വിട്ട് അറിയാത്തൊരു നഗരത്തിൽ വന്നൊരാൾ. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കയ്യിൽ പിടിച്ചു. ഓഫീസിന് മുൻപിൽ കാർ നിർത്തി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് കൃഷ്ണ പുറത്തേക്ക് വന്നത്. അവനെ അവിടെ കണ്ടതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. താനെങ്ങനെ തിരിച്ചു പോകുമെന്ന് ആലോചിച്ച് ടെൻഷനായി നിൽക്കുമായിരുന്നു.
ഇനി സാറിനോട് പറഞ്ഞ് ഒരു ടാക്സി വിളിപ്പിക്കാം. സാർ, ഫയൽസ് എല്ലാം കംപ്ലീറ്റ് ആയി. അവൾ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ഫയൽസ് എടുത്ത് അവന് നേർക്ക് നീട്ടി. അവൻ അവളെ ഒന്ന് നോക്കി അത് വാങ്ങി കാറിലേക്ക് തന്നെ നടന്നു. സർ, അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ഒരു ടാക്സി വിളിച്ചു തരുമോ? അവൾ മടിയോടെ അവനെ നോക്കി. നോ, അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ടവൻ കാറിലേക്ക് കയറി. അവൻ്റെ എടുത്തടിച്ചതുപോലുള്ള സംസാരം കേട്ടതും അവളുടെ മെയ്കൾ നിറഞ്ഞു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും അവൾ മുഖം കുനിച്ചുകൊണ്ട് ഒരരികിലേക്കായി നിന്നു. ഗെറ്റ് ഇൻ ടു ദ കാർ. കാർ അവളുടെ മുൻപിലായി നിർത്തി ഒട്ടും ഗൗരവം കുറയാതെ അവൻ പറഞ്ഞു. അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി നിന്നു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ കണ്ണുകൾ ഒന്ന് മുറുകെ അടച്ചു തുറന്നു. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ കാർ. അവൻ്റെ ദേഷ്യവും ഭാവവും കണ്ടപ്പോൾ അവനെ ധിക്കരിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. ആ സമയത്ത് സഹായം വെച്ച് നീട്ടുന്ന ഒരു വ്യക്തിയോട് അത് വേണ്ടെന്ന് പറയാനും തോന്നിയില്ല. ഇല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ താനിവിടെ നിൽക്കേണ്ടി വരും. അവളൊന്നും മിണ്ടാതെ അവൻ തുറന്നു പിടിച്ച കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി മുഖം കുനിച്ചിരുന്നു. ശരവേഗത്തിൽ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് അക്ഷയ് കാർ ഓടിച്ചത്. ഹോട്ടലിന് മുൻപിലെത്തിയതും കാർ നിർത്തി. അത് കണ്ട് അവൾ ആശ്വാസത്തോടെ ഒന്ന് പുറത്തേക്ക് നോക്കി. തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കി. താങ്ക് യു സർ. ഒരു ചെറുപുഞ്ചിരിയോടെ ആശ്വാസം കലർന്ന ഭാവത്തിൽ കൃഷ്ണ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ മുൻപിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖം ഒന്ന് മാറിയെങ്കിലും അവളൊന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ ഇറങ്ങിയതും അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. എന്തൊരു മനുഷ്യനത്, തനി അസുരൻ തന്നെ. മനസ്സിൽ പിറുപിറുത്തുകൊണ്ടവൾ റൂമിലേക്ക് നടന്നു. ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അനിതയുടെ കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കൃഷ്ണ. ആദിക്കും ആരുവിനും കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും വാങ്ങിയാൽ, അല്ലെങ്കിൽ തനിക്ക് വാങ്ങിയാൽ പോലും സാലറി കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് അച്ഛനിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരും. ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾ ഓരോന്നും നോക്കിക്കണ്ട് നടന്നു. വീട്ടിലെത്തിയതും അച്ഛനും ചെറിയമ്മയും അവളെന്ന ഒരാൾ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന ഭാവം പോലും വെച്ചില്ല. അതൊരു തരത്തിൽ അവൾക്ക് ആശ്വാസമായിരുന്നു. അത്രയും വഴക്ക് കുറഞ്ഞു കിട്ടുമല്ലോ. റൂമിലേക്ക് കയറിയതും ആദവും ആരവും അവളെ വന്ന് പുണർന്നു. കുഞ്ഞേച്ചിനെ ഞങ്ങൾക്ക് നന്നായി മിസ് ചെയ്തു കേട്ടോ. ആണോ? അവൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ആരുമില്ലാത്ത തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ ലോകത്തുള്ള രണ്ടേ പേർ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൊണ്ടുവന്ന് വെച്ച ബാഗ് എടുത്ത് അതിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. രണ്ടുപേരും സന്തോഷത്തോടെ അത് വാങ്ങി അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. സ്ഥലം മാറിക്കിടന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉറക്കം ശരിയാവാത്തതുകൊണ്ട് രാത്രി കിടന്നതും അവൾ പെട്ടെന്നുറങ്ങി. ഒരാഴ്ചയായിട്ടുള്ള ഓഫീസിലെ വർക്കെല്ലാം പെൻഡിങ് ആയതുകൊണ്ട് അതെല്ലാം തീർത്ത് രാത്രി 1 മണിയായിരുന്നു അക്ഷയ് വീട്ടിലെത്തുമ്പോൾ. പോക്കറ്റിൽ കിടന്ന സെക്കൻഡ് ചാവി എടുത്ത് കയ്യിൽ പിടിച്ചതും ഡോർ മലർക്കെ തുറന്നുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്താ അക്ഷയ് ഇത്ര വൈകിയേ? നീ ഇന്ന് വരുമെന്നറിഞ്ഞിട്ട് ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുക നിന്നെ. ദേ കണ്ടോ, ഇത്രയും ടൈം വരെ ഞാൻ ഉറങ്ങാതെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ ഗൗരവത്തോടെ അവളെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് നടന്നു. അക്ഷയ്, നീ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ലേ? അവളുടെ സ്വരം ഒന്ന് കനത്തു. അതിന് ഞാൻ എന്ത് വേണം അനിക? അവൻ്റെ ശബ്ദമുയർന്നതും രാധികയും സുരേഷും രാജേശ്വരിയും റൂമിൽ നിന്നും ഇറങ്ങി വന്നു. നോക്കാൻറ്റി, ഇത്രയും ടൈം ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും അവൻ എന്നെ ഒന്ന് നോക്കിയത് കൂടിയില്ല. രാധികയെ കണ്ടതും അവൾ സങ്കടത്തോടെ അവർക്കടുത്തേക്ക് ചെന്നു. അവരവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി. എന്താ അച്ചു, നീ അനുമോളെ കണ്ടില്ലേ? നിന്നെ കാണാൻ വേണ്ടി മാത്രമാ അവൾ നാട്ടിലോട്ട് വന്നേ. രാധിക അവനെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. വൈ? ഞാൻ പറഞ്ഞു അവളോട് എന്നെ കാണാൻ വരാൻ. അങ്ങനെ വരാൻ മാത്രം ആരാ അവളെൻ്റെ? അവൻ്റെ ശബ്ദത്തിൽ പതിവിലേറെ ഗൗരവം നിറഞ്ഞു. ഞാൻ ആരാ നിൻ്റെയെന്ന് നിനക്കറിയില്ലേ? അറിയില്ലേ അക്ഷയ്? ഞാൻ നിന്റെ മുറപ്പെണ്ണ. അതിലുമപ്പുറം എൻ്റെ അച്ഛനും നിന്റെ അമ്മയും എന്നോ വാക്കാൽ പറഞ്ഞുറപ്പിച്ചതല്ലേ നീ എൻ്റെയാണെന്ന്. അനിക ദേഷ്യത്തോടെ അവന് മുൻപിൽ വന്നു നിന്നു. ഞാൻ പറഞ്ഞോ നിന്നോട് അങ്ങനെ ഒരു വാക്ക്?
അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അനിക. അതിനുവേണ്ടി നീയോ നിന്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഒരു സ്വപ്നവും കാണണ്ട. എൻ്റെ ജീവിതം എന്ത് വേണമെന്ന് ഈ അക്ഷയ് വർമ്മക്കറിയാം. അത് മറ്റൊരാൾ തീരുമാനിക്കണ്ട. അതും പറഞ്ഞ് അവരെയെല്ലാം ഒന്ന് നോക്കി അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോയ വഴിയെ നോക്കി നിന്ന സുരേഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ പറഞ്ഞത് കേട്ട പപ്പ, അവനെന്നെ വേണ്ടെന്ന്. അവനു വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നെ അവന് വേണ്ടെന്ന് അനിക വിതുമ്പലോടെ പറഞ്ഞുകൊണ്ട് സുരേഷിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അയാളുടെ കണ്ണുകൾ രാധികയ്ക്ക് നേരെ കൂർത്തു. അത് കണ്ടതും അവരുടെ മുഖം കുനിഞ്ഞു. ഇട്ടിരുന്ന ഷർട്ട് വലിച്ചൂരിയെറിഞ്ഞ് അവൻ ഫ്രിഡ്ജിൽ നിന്നും വില കൂടിയൊരു മദ്യക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് നിറയൊഴിച്ചു. അതുമായി അവൻ ബാൽക്കണിയിലേക്ക് നടക്കാൻ നിന്നതും ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് രാധിക അകത്തേക്ക് വന്നു. അവരുടെ കണ്ണുകൾ അവന്റെ കയ്യിലുള്ള മദ്യക്കുപ്പിയിലേക്ക് വീണു. അക്ഷയ്, അനു, അവൾ നിന്നെ മാത്രം സ്വപ്നം കണ്ടു വളർന്നൊരു കുട്ടിയാണ്. നിന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണ്. അത് നിനക്ക് ഓർമ്മ വേണം. ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിനു വേണ്ടി അമ്മ ഇങ്ങനെ വാശി പിടിക്കരുത്. അപ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കോ? അങ്ങനെയൊരു വാക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ അമ്മയോട്? അതിന് നീ പറയണോ? നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് അവകാശമില്ലേ? നിന്റെ അച്ഛൻ നിന്നെ മറന്നിട്ട് ഏതോ പെണ്ണിന്റെ കൂടെ പോയപ്പോൾ നിനക്ക് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. അവർ നിന്ന് കിതച്ചു. മുഖത്ത് ദേഷ്യത്തോടൊപ്പം സങ്കടവും നിറഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വരുമ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാവണം. അതിനുമപ്പുറം ഞാൻ മാരിയും ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു പോലുമില്ല. അവളാണോ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർ? ഈ വീട്ടിലെ ജോലിക്കാരി? നിന്റെ അച്ഛൻ്റെ കാമുകിയുടെ മകളാണോ? ആണോ അക്ഷയ്? ചിലപ്പോൾ അവൾ നിന്റെ അച്ഛൻ്റെ കാമുകിയുടെ മകളാവില്ല. അത് ചിലപ്പോൾ നിന്റെ അച്ഛൻ്റെ മകളാവും. അതായത് നിന്റെ സിസ്റ്റർ. രാധികയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവനൊരു നിമിഷം കണ്ണടച്ചു നിന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ചു. പിന്നെ പതിയെ രാധികയ്ക്ക് നേരെ വന്നു. അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്ന കണ്ണുകളും കാണി അവരൊന്ന് പകച്ചു. ഔട്ട് ഔട്ട് അമ്മ. അക്ഷയ്, ഞാൻ നിന്റെ അമ്മയാണ്. അത് നിനക്ക് ഓർമ്മ വേണം. നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാവില്ല. അതും പറഞ്ഞ് രാധിക കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി. പിറകിൽ വാതിൽ വലിയ ശബ്ദത്തിൽ അടയുന്നത് കേട്ടു. ദേഷ്യത്തോടെ തിരിഞ്ഞതും മുൻപിൽ നിൽക്കുന്ന രാജേശ്വരിയെ കണ്ട് രാധിക ഞെട്ടി. കണ്ണുകൾ നിറഞ്ഞ് ദേഷ്യം നിയന്ത്രിച്ചു തന്നെ നോക്കുന്ന അവരെ കണ്ടതും രാധികയുടെ മുഖം കുനിഞ്ഞു. അവരുടെ കൈ രാധികയുടെ കയ്യിൽ മുറുകി. രാജേശ്വരി രാധികയും കൊണ്ട് പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ എത്തിയതും അവർ രാധികയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. അവരുടെ നോട്ടത്തിന് മുൻപിൽ രാധികയുടെ മുഖം കുനിഞ്ഞു. എൻ്റെ മകൻ മഹി എന്തോ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അത് എന്നോടും കൂടി ഒന്ന് പറഞ്ഞതാ, ഞാനും അറിയട്ടെ. അവരുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമുയർന്നതും രാധിക അവരെ നോക്കി. പറ രാധികെ, ആരാ എൻ്റെ മോൻ മഹിയുടെ കാമുകി? ഞാനും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഒരു കാലത്ത് നാട് മുഴുവൻ ഭരിച്ചിരുന്ന രാജേശ്വരി അമ്മയുടെ അഭാവം രാധികയെ ഭയപ്പെടുത്തി. മാധവിയാണോ എൻ്റെ മോൻ്റെ കാമുകി? കൃഷ്ണയുടെ അമ്മ, ആ മോളെയാണോ നീ മഹിയുടെ മകളെന്ന് പറഞ്ഞത്? അങ്ങനെയായിരുന്നേ അവൾ എന്നോ എൻ്റെ കൊച്ചുമകളായി അച്ചുവിനെ പോലെ ഈ വീടിൻ്റെ മറ്റൊരവകാശിയായി അവളെ ഞാൻ വളർത്തിയേനെ. അതിന് ഈ രാജേശ്വരിക്ക് ഒരുത്തൻ്റെയും സമ്മതം വേണ്ട. പണത്തിനും പദവിക്കും വേണ്ടി സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറഞ്ഞവളല്ലേ നീ? എൻ്റെ കുഞ്ഞിനെ നിന്റെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാൻ നിന്നവളല്ലേ നീ? അല്ലേ രാധിക? എന്നിട്ടിപ്പോ അവൻ്റെ ജീവിതത്തിൽ ആ തലതെറിച്ച പെണ്ണിനെ കെട്ടിവെച്ച് എൻ്റെ മോൻ്റെ അവസ്ഥ എൻ്റെ കൊച്ചുമോന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവനൊരിക്കലറിയും നീ അവൻ്റെ അച്ഛനെപ്പറ്റി അവനോട് പറഞ്ഞതെല്ലാം ഇല്ലാ കഥയായിരുന്നു എന്ന്. കാരണം അവനിപ്പോൾ ജീവിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ നാട്ടിലാണ്. അവൻ്റെ നാട്ടിൽ. ഇവിടെ ഓരോരുത്തർക്കും അറിയാം മാധവി ആരെയാണ് സ്നേഹിച്ചിരുന്നത് എന്നും ആരുടെ കൂടെയാണ് പോയതെന്നും. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നീ ഓർക്കണമായിരുന്നു. അക്ഷയ്, അവൻ ശിവനെ പോലെയാ. അവനിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാൻ ആർക്കും കഴിയില്ല രാധികയെ. അതും പറഞ്ഞ ദേഷ്യത്തിൽ രാധികയെ നോക്കി അവർ താഴേക്ക് നടന്നു. അവർ പോയ വഴിയെ നോക്കി ദേഷ്യം കടിച്ചു പിടിച്ച് രാധിക നിന്നു. ഇതെല്ലാം കേട്ട്
തൊട്ടപ്പുറത്തെ ബാൽക്കണിയിൽ ചുവരോട് ചേർന്ന് ചാരി നിൽപ്പുണ്ടായിരുന്നു സംഹാരരുദ്രനായി അവൻ. രാവിലെ വലിയൊരു ബാഗുമായി ഒരുങ്ങിയിറങ്ങി വന്നവനെ കണ്ടതും ഹാളിലിരിക്കുകയായിരുന്ന സുരേഷും രാധികയും അനികയും അമ്പരപ്പോടെ അവനെ നോക്കി. അച്ചമ്മേ! അവന്റെ വലിയ ശബ്ദം ഹാളിൽ മുഴങ്ങി. എങ്ങോട്ടാ അക്ഷയ് നീ? രാധിക ചോദിക്കും മുൻപേ അനിക അവന്റെ അടുത്തേക്ക് വന്നു. അവനത് കേൾക്കാത്ത ഭാവത്തിൽ രാജേശ്വരിയുടെ റൂമിലേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. എന്താ അച്ചു, നീ ഇങ്ങനെ വിളിച്ചു ബഹളം വെക്കുന്നത്? എനിക്ക് പെട്ടെന്ന് എണീറ്റ് വരാൻ കഴിയില്ല എന്ന് നിനക്കറിഞ്ഞൂടെ? ഇതെന്താ നിന്റെ കയ്യിൽ? നീ ഇപ്പോഴല്ലേ ചെന്നൈയിൽ നിന്ന് വന്നത്? അത് എനിക്ക് അത്യാവശ്യമായി USA പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറച്ച് ദിവസം കഴിയും തിരിച്ചു വരാൻ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ? ഞാനും വരുമായിരുന്നല്ലോ. രാധിക അവനടുത്തേക്ക് വന്നു. അവനൊന്നും മിണ്ടാതെ ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി. അത് വേണ്ട, അനിക ഇവിടെ ഉള്ളതല്ലേ. അമ്മ കൂടി പോന്നാൽ അവളുടെ കാര്യം ആര് നോക്കും? അവൾ നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ലേ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. അവൻ അനികയെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവരുടെ 3 പേരുടെയും മുഖം വിടർന്നു. കുറച്ചു ദിവസമായിട്ട് അക്ഷയ് ഓഫീസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ആശ്വാസമായിരുന്നു. അവൻ പോകുന്നതിന് മുൻപ് ചെയ്തു തീർക്കാൻ കൊടുത്ത ഫയൽ അർജന്റായി നോക്കുന്ന തിരക്കിലാണ് കൃഷ്ണ. നിനക്ക് കുറച്ചു നേരം വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരുന്നൂടെ കൃഷ്ണ? അയാൾ ഇനി വരാൻ കുറച്ച് ദിവസം എടുക്കും. നീ ഇപ്പൊ തന്നെ അതിലെ പകുതിയിലേറെ തീർത്തു. ഇനിയും സമയമുണ്ടല്ലോ. ഗൗരി വന്ന് അവളോട് ചേർന്നിരുന്നു. ലാപ്ടോപ്പിലും ഫയലിലും നോക്കി ഓരോന്ന് ക്ലിയർ ചെയ്യുകയായിരുന്നു കൃഷ്ണ. ഡി, നിനക്ക് ചെവി കേട്ടൂടെ? എൻ്റെ പൊന്ന് ഗൗരിക്കുട്ടി, അഥവാ ആ അസുരനെങ്ങാനും വന്ന ഇത് തീർത്തില്ലെന്നും പറഞ്ഞ് എന്നെ പിടിച്ചുകൂടെയും നട്ടപ്പാതിര വരെ എന്നെ ഇവിടെ ഇരുത്തും. അത് അങ്ങേക്ക് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാടി. നിന്നെ ഒന്ന് ഞാൻ കൊല്ലുമടി. കൃഷ്ണ പറഞ്ഞുകൊണ്ട് എണീറ്റതും അവളുടെ ഫോൺ അടിഞ്ഞിരുന്നു. അച്ഛൻ്റെ നമ്പറാണെന്ന് കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. എന്തെങ്കിലും ആവശ്യത്തിന് താൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ആളാ. ഇന്നെന്ത് പറ്റി ഇത്ര അത്യാവശ്യം? അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നി. അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ആദിക്കും ആരുവിനും ഒരാക്സിഡന്റ്. ടൗണിൽ MES ഹോസ്പിറ്റലിലാണ്. ഫോൺ എടുത്തതും അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്ക് പോലും കാക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. അച്ഛൻ പറഞ്ഞ ആ വാക്കുകളും അച്ഛൻ്റെ സ്വരത്തിലെ വിറയലും അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അവളുടെ മുഖം മാറിയതും ഗൗരി അവൾക്കടുത്തേക്ക് വന്നു. ഹാഫ് ഡേ ലീവ് എടുത്ത് ഗൗരിയും അവളുടെ കൂടെ പോയി. ഗൗരിയുടെ സ്കൂട്ടറിലായിരുന്നു പോയത്. ഹോസ്പിറ്റലിലെത്തിയതും അവിടെ ICUവിന് മുൻപിൽ ഇരിക്കുന്ന അച്ഛനെയും ചെറിയമ്മയും കണ്ടു. ആദ്യോടെ അവർക്കടുത്തേക്ക് കൂടിയതും കണ്ടു അവർക്കടുത്തിരിക്കുന്ന ആദുവിനെ. തലയിലും വലത്തെ കൈയിലും കെട്ടുണ്ട്. എങ്കിലും അവൾക്ക് ആശ്വാസം തോന്നി. ആരുവിനായി കണ്ണുകൾ ചുറ്റും പരതി. കണ്ണുകൾ അറിയാതെ ICUവിന് നേർക്ക് പോയപ്പോൾ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവളെ കണ്ടതും ആദി ഓടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. കൈകൾ ICUവിന് നേരെ ചൂണ്ടി. അവൾ തളർച്ചയോടെ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ നിന്നതും ഒഴുകുന്ന കണ്ണുകൾ തുടച്ച് അവൾ ആരുവിനെ ചെയറിലോട്ട് ഇരുത്തി തൊട്ടപ്പുറത്തിരിക്കുന്ന ചെറിയമ്മയുടെ അടുത്തേക്ക് നടന്നു. പതിയെ അവരുടെ ചുമലിൽ കൈവച്ചതും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. ദൈവം ശിക്ഷിച്ചതാ നിന്നോട് ചെയ്തതിനൊക്കെ. പക്ഷേ ചെയ്തത് ഞാനല്ലേ. എന്നെ ശിക്ഷിച്ചൂടായിരുന്നോ? എൻ്റെ കുഞ്ഞ് പാവല്ലേ. എന്നെക്കാളേറെ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും സ്നേഹിച്ചത് നിന്നെയല്ലേ. അവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അവർ അവളുടെ വയറിൽ മുഖം ഇട്ടുരുട്ടി. അവൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി. അയാളുടെ നിറഞ്ഞു തുളുമ്പുന്ന മെയ്കൾ കണ്ടതും അവൾക്ക് നെഞ്ചിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വിളിപ്പിച്ചതും അവൾ വിറക്കുന്ന കാലടിയോടെ അങ്ങോട്ട് നടന്നു. നീ വരണ്ട കൃഷ്ണ, ഞാൻ പോയി ചോദിച്ചോളാം. ഗൗരി അവളെ പിടിച്ച് അവിടെ ഇരുത്തി. അവൾ നിസ്സഹായതയോടെ ഗൗരിയെ നോക്കി. അവൾ കണ്ണടച്ച് ഒന്നുമില്ലെന്ന് കാണിച്ച് ഡോക്ടറുടെ റൂമിലേക്ക് നടന്നു. കൃഷ്ണ! ഗൗരിയുടെ വിളി കേട്ടതും 4 പേരും ഒരുപോലെ അവളെ നോക്കി. എന്താ എന്താ പറഞ്ഞേ? ചെറിയമ്മ വെപ്രാളത്തോടെ അവൾക്കടുത്തേക്ക് ചെന്നു. അത് പേടിക്കേണ്ട, ഒരു സർജറി ഉണ്ട്.
അത് കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു. അത് കേട്ടതും അവരിൽ ആശ്വാസം നിറഞ്ഞു. ഗൗരി പതിയെ കൃഷ്ണയെ തോണ്ടി വിളിച്ച് പുറത്തേക്ക് നടന്നു. എന്താ ഗൗരി, അവൾക്ക് വയ്യേ? കൃഷ്ണ വിറക്കുന്ന കൈകളോടെ അവളുടെ തോളിൽ പിടിച്ചു. നീ പേടിക്കാതെടി, കുഴപ്പമൊന്നുമില്ല. സർജറി ചെയ്താൽ ശരിയാവും. ബട്ട് പിന്നെന്താ? അതിന് കുറച്ച് പൈസ കെട്ടി വെക്കണം. ഒരു 3 lakhs. നീ എന്താ പറയുന്ന ഗൗരി? ഞങ്ങളുടെ വീട് വിറ്റാൽ പോലും അത്ര കിട്ടില്ല. തളർച്ചയോടെ കൃഷ്ണ നിലത്തേക്കിരുന്നു. നീ ഇങ്ങനെ തളരല്ലേ. നീ കൂടി ഇങ്ങനെ ആയാൽ അവരെന്ത് ചെയ്യും? പിന്നെ ഞാനെന്ത് ചെയ്യാനാടി? അത്രയും പണം നിനക്ക് നിന്റെ രാജേശ്വരി അമ്മയോട് ചോദിച്ചൂടെ? അത്രയും പണം ഞാനവിടെ ജോലി ചെയ്താൽ പോലും കൊടുത്തു തീരില്ല. എന്നാ പിന്നെ അക്ഷയ് സാറിനോട് ചോദിച്ചാലോ? നീ അവിടെ ജോലി ചെയ്യുന്നതല്ലേ, അങ്ങനെ വീട്ടാം. അതിന് അക്ഷയ് സാർ ഇവിടെ ഇല്ലല്ലോ. സർജറി പെട്ടെന്ന് ചെയ്യണ്ടേ? അത് കേട്ടതും ഗൗരിയും തളർച്ചയോടെ അവൾക്കടുത്തേക്കിരുന്നു. ഡി ഞാനൊരു കാര്യം ചെയ്യാം. അത് കേട്ടതും കൃഷ്ണ പ്രതീക്ഷയോടെ അവളെ നോക്കി. എൻ്റെ ചേച്ചി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി 1 മാസം കൂടിയുണ്ട് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിൽ പോവാൻ. ഞാൻ ചേച്ചിയുടെ ഗോൾഡ് ചോദിക്കാം. നിനക്കാണെന്ന് പറഞ്ഞാൽ ചേച്ചി തരും. അത് പണയം വെക്കാം. അക്ഷയ് സാർ വന്നിട്ട് നീ തിരിച്ചെടുത്തു തന്നാൽ മതി. ഗൗരി പറഞ്ഞതും കൃഷ്ണയുടെ മുഖം തെളിഞ്ഞു. സർജറി കഴിഞ്ഞെങ്കിലും ആരുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നില്ല. കൃഷ്ണ അത്രയും ദിവസം ഓഫീസിൽ പോവാതെ അവിടെയിരുന്നു. അക്ഷയ് സാർ വന്നിട്ടുണ്ടെന്ന് ഗൗരി വിളിച്ച് പറഞ്ഞതും അവൾ പോവാൻ റെഡിയായി. മോൾക്കിപ്പോൾ ഞങ്ങളൊരു ബാധ്യതയായല്ലേ? ആദ്യം ചേർത്ത് പിടിച്ച് യാത്ര പറയുന്നവളോട് ഇടർന്ന സ്വരത്തിൽ അച്ഛൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മ വെച്ചിട്ട് ഇത്ര സ്നേഹത്തോടെ അച്ഛൻ തന്നോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല. ചെറിയമ്മയും ചെയ്തു തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ചു. ഇപ്പോൾ കൃഷ്ണ തിരിച്ചല്ല, എല്ലാവരുമുണ്ട്. ഒന്നുകൂടി അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഓഫീസിലെത്തിയതും വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അവൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഡോറിൽ നോക്ക് ചെയ്ത് പുറത്തു നിന്നു. ഗൗരിയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. അക്ഷയ് സാർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ അവളുടെ ഗോൾഡ് എടുത്തു കൊടുക്കും? അവൾക്കുള്ളിലൂടെ ഒരു വിറയൽ കടന്നു. യെസ്. അകത്തു നിന്നും അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അകത്തേക്ക് കയറി. അവളെ കണ്ടതും അവൻ പകപ്പോടെ നോക്കി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ ആകെ മാറിപ്പോയതുപോലെ. വീട്ടിൽ നിന്നും അച്ചമ്മ പറഞ്ഞിരുന്നു ആക്സിഡൻ്റൊക്കെ. അവളുടെ പാറിപ്പറന്ന മുടിയും വിളറി വെളുത്ത മുഖവും അവനിലെന്തോ അസ്വസ്ഥത തീർത്തു. സർ. അവളുടെ വിളിയിലാണ് അവൻ അവൻ്റെ മെയ്കൾ മാറ്റിയത്. എന്താണ് കൃഷ്ണ, ഫയൽസൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? അപ്പോഴാണ് അവൾ അതിനെപ്പറ്റി ഓർക്കുന്നത് തന്നെ. സർ, എൻ്റെ അനിയത്തിക്ക് ഒരു ആക്സിഡൻറ്റ്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 3 ഫയൽസും കൂടിയുണ്ട്. അവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ കയ്യിലെടുത്ത് എണീറ്റു. ഓക്കെ, യു ക്യാൻ ഗോ കൃഷ്ണ. അവനത് പറഞ്ഞതും അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. എന്താ കൃഷ്ണ, എനി പ്രോബ്ലം? സർ, അത് എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ അടക്കാൻ. ഓക്കെ, താൻ റിസപ്ഷനിൽ നിന്ന് വാങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞോളാം. സർ, അത് ഇനി എന്താണ് കൃഷ്ണ? അവൻ അവൾക്ക് നേരെ നിന്ന് നെഞ്ചിൽ കൈകൾ പിണച്ചു കെട്ടി. അവളുടെ മുഖം കുനിഞ്ഞു. സർ, അത് എനിക്ക് 3 lakhs ആണ് വേണ്ടത്. വാട്ട്? സർ പ്ലീസ്. സാർ എൻ്റെ സാലറിയിൽ നിന്നും എടുത്തോളൂ. ഇത്രയും വലിയ തുക തൻ്റെ സാലറിയിൽ നിന്നും എടുത്ത് എന്നടച്ചു തീരും? അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവന് നേർക്ക് കൈകൂപ്പി. സർ, പറ്റില്ലെന്ന് പറയരുത്. ഞാൻ വേണമെങ്കിൽ വേറെ ജോലിയും ചെയ്തോളാം. വേറെ എന്ത് ജോലി? അവൻ്റെ കണ്ണുകൾ കുറുകി. ഇവിടെ ക്ലീനിങ്. അതിനിവിടെ വേറെ ജോലിക്കാരില്ലേ കൃഷ്ണ? സർ പ്ലീസ് സർ, പറ്റില്ലെന്ന് പറയരുത്. സാർ എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്തോളാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. എന്ത് ജോലിയായാലും താൻ ചെയ്യുമോ? ചെയ്യാം സർ. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വിരിഞ്ഞു. ഒരു ജോലിയുണ്ട്, ബട്ട് താനത് ചെയ്യാൻ സാധ്യതയില്ല.
ചെയ്യാം സർ, എന്താണെങ്കിലും ചെയ്യാം, പ്ലീസ് സർ. അവൻ പതിയെ അവൾക്കടുത്തേക്ക് വന്നു. ഞാൻ കുറച്ചു മാസം ഇനി ചെന്നൈയിലാവും. താൻ എൻ്റെ കൂടെ വരണം. ഞാൻ വരാം സർ. അവൾക്ക് മറുത്തൊന്ന് ആലോചിക്കേണ്ടി പോലും വന്നില്ല. താൻ മുൻപ് പോയ പോലെയല്ല താൻ വരേണ്ടത്. പിന്നെ എൻ്റെ കൂടെയാണ് താൻ വരേണ്ടതും സ്റ്റേ ചെയ്യേണ്ടതും. മറ്റാരും ഉണ്ടാവില്ല, ഞാനും താനും മാത്രം. ഓക്കെ സർ. കഴിഞ്ഞില്ല, മുഴുവൻ കേട്ടിട്ട് ഓക്കെ പറഞ്ഞാൽ മതി. കൃഷ്ണ, താൻ എൻ്റെ കൂടെ വരുന്നത് ജോലിക്ക് വേണ്ടിയിട്ടല്ല. ജോലിയുണ്ട്, ബട്ട് അതിനുമപ്പുറം താൻ എൻ്റെ കൂടെ വരുന്നത്. അവനൊന്ന് നിർത്തി അവളെ നോക്കി. താൻ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കിടക്കേണ്ടി വരും. ഐ മീൻ, താൻ എൻ്റെ കൂടെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവേണ്ടി വരും. ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. എന്ത്? അവൾക്ക് പെട്ടെന്ന് അവൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. അവിടെ നിന്നും തിരിച്ചു വരുന്നത് വരെ താൻ എൻ്റെ കൂടെ സെക്സ് ചെയ്യേണ്ടി വരും, അവൻ ഗൗരവം ഒട്ടും കുറക്കാതെ പറഞ്ഞു.